ഈ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ അന്നത്തെ ദിവസം തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം ഈ തൃശ്ശൂർ പൂരം നടക്കുന്ന ഈ പൂര മൈതാനിയിൽ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ഇടപെട്ടിട്ട് പോലീസിനെ തിരുത്താനും ഈ സുരേഷ് ഗോപിക്ക് പകരം സ്വന്തം നിലയിൽ ആ പൂരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിന്റെ അതിന്റെ അംഗീകാരം സ്വയം ഏറ്റെടുക്കാനും തയ്യാറാവാതിരുന്നത്? ഈ മന്ത്രിസഭയിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള K. രാജൻ തൃശ്ശൂർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവരാരും എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെട്ടില്ല? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരനും ആ പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്നല്ലോ. വന്ന് ഇതിന്റെ ഗുണം മുഴുവൻ ഏറ്റെടുത്തോട്ടെ എന്ന് വിചാരിച്ചവരെല്ലാവരും കാത്തിരിക്കാൻ എന്താണ് കാരണം? ഇവർക്ക് എല്ലാവർക്കും ഇടപെടാൻ അവിടെ സാധ്യത ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വർഷങ്ങളായി തുടർന്ന് വരുന്ന ഒരു പ്രവണത ഇത്തവണ അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരന്റെ നേതൃത്വത്തിൽ ിയ സാഹചര്യത്തിൽ ഇവരാരും ആ കാര്യത്തിൽ തിരിഞ്ഞു നോക്കുകയോ ഇടപെടുകയോ ചെയ്യാതിരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അവസാനം പൂരം നടക്കിലും ഈ പറയുന്ന സുനിൽകുമാറോ മുരളീധരനോ ആ കാര്യത്തിൽ ഇടപെടാതിരുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി എന്നൊരാൾ വന്ന് ഇടപെടുകയും രണ്ടു കൂട്ടരോടും സംസാരിക്കുകയും പൂരം സൃഷ്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് പുലർച്ചെ അടക്കേണ്ട വെടിക്കെട്ട് പകലെങ്കിലും നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പൂരം അലങ്കോലപ്പെടുന്ന സമയത്ത് നമ്മൾ ഇടപെടാതിരുന്നത് മോശമായി പോയി എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായത്. ഇപ്പൊ പറയുന്നത് പൂരം അലങ്കോലപ്പെടുത്തിയിട്ടാണ് BJP ജയിച്ചതെന്ന. തൃശ്ശൂരുള്ള ബാക്കിയുള്ള കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ പ്രശ്നം അവിടെ ഇല്ലാണ്ടായി. ഈ ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പെൻഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ജനവികാരം മുഴുവൻ അവിടെ ഇല്ലാണ്ടായി. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ മുഴുവൻ ഇല്ലാണ്ടായി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന TN പ്രതാപൻ ഞാനിനി മത്സരിക്കാനേ ഇല്ല എന്ന് പറയുകയും സ്വയം മാറി നിൽക്കുകയും ഏറ്റവും അവസാനം വീണ്ടും മത്സരിക്കാൻ വരികയും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റിയിട്ട് മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വടകരയിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്ത സംഭവം ഇല്ലാണ്ടായി. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് മനഃപൂർവ്വം തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു, വേണ്ട പോലെ പ്രവർത്തിച്ചില്ല. ജില്ലാ അധ്യക്ഷൻ തന്നെ ഈ പറയുന്ന ഗൂഢാലോചനയിൽ പങ്കാളിയായതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസിൽ പ്രകടനം നടത്തുകയും അവസാനം ജോസ് വള്ളൂർ എന്ന് പറയുന്ന പാർട്ടി പ്രസിഡന്റിനെ മാറ്റുകയും ചെയ്തു. ഈ സംഭവമൊന്നും ഇല്ലാണ്ടായി. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് BJP ജയിച്ചെന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള. ഇവർ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇരുട്ടാവുകയൊന്നുമില്ല. പോലീസിന്റെ നേതൃത്വത്തിൽ വളരെ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു പ്രവണതയുടെ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പദ്ധതി അത്തവണ അരങ്ങേറി. എന്നാൽ ഇവർ പോലെ ശ്രദ്ധ പുലർത്തിയില്ല. ആ കാര്യത്തിൽ ഇടപെടാൻ സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഇതാണ് BJPയുടെ വിജയത്തിന്റെ കാരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി സാമുദായിക സംഘർഷം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കലാണ് തൃശ്ശൂരിലെ ഇലക്ഷന്റെ റിസൾട്ടിനെ എങ്കിൽ ഈ പറയുന്ന CPIക്കല്ലേ അതിൽ കൂടുതൽ പങ്കുള്ളത്. കാരണം ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണ പോസ്റ്റ് എഴുതി മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് അവിടുത്തെ തൃശ്ശൂരിലെ CPIയുടെ MLA ആയിട്ടുള്ള P. ബാലചന്ദ്രനല്ലേ. രാമൻ ഒരു സാധുവായിരുന്നു, രാമന്റെ കാലിൽ രാമൻ മാനിനെ പിടിക്കാൻ പോയ സമയത്ത് സീതയും ലക്ഷ്മണനും കൂടി പൊറാട്ടയും ബീഫും കഴിക്കുകയായിരുന്നു. ലക്ഷ്മണന്റെ കണ്ണ് അപ്പോഴും ഇറച്ചിയിലായിരുന്നു എന്നൊക്കെ പറയുന്ന ഹീനമായി വ്രണപ്പെടുത്തുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുകയും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും പോലീസ് കംപ്ലൈന്റ് ഉണ്ടാവുകയും അവസാനം ബാലചന്ദ്രൻ ഈ പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ. അപ്പൊ CPIയും ഈ പറയുന്ന ഈ സാമുദായിക വികാരം വ്രണപ്പെടുത്തിയിട്ട് BJPയെ ജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു.